നമസ്കാരം, ഞാൻ ദീപ്തി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സ്ഫോടനത്തിന് പിന്നിൽ സിമി. ബംഗളൂരുവിലേത് തീവ്രവാദി ആക്രമണമെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു. സംഭവത്തിന് സിമി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. 5 സിമി പ്രവർത്തകർ നിരീക്ഷണത്തിൽ. അന്വേഷണത്തിന് NIA. കർണാടകയിൽ ഉന്നതതല യോഗം. രാജ്യമെങ്ങും കനത്ത ജാഗ്രത. സ്ഫോടനത്തിൽ മരിച്ചത് ചെന്നൈ സ്വദേശിനി ഭവാനി. 2 പേർക്ക് പരിക്ക്. തിരകളിൽ മാഞ്ഞും തിരച്ചിലിൽ മറഞ്ഞും. കാണാതായ എയർ ഏഷ്യ വിമാനത്തിനായി തിരച്ചിൽ തുടരുന്നു. ജാവ കടലിൽ തകർന്നു വീണെന്ന് സംശയിക്കുന്ന വിമാനത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല. സിംഗപ്പൂരിലേക്കുള്ള യാത്രക്കിടെ അപ്രത്യക്ഷമായ വിമാനത്തിൽ 155 യാത്രക്കാരും 7 ജീവനക്കാരും. യാത്രക്കാരിൽ 17 കുട്ടികൾ. അപകടം പിണഞ്ഞത് യാത്രാപഥം ഉയർത്താനുള്ള ശ്രമത്തിനിടെയെന്ന് നിഗമനം. മേഘപടലങ്ങളിൽ ഒളിച്ചിരുന്നത് മഹാദുരന്തം. ശരണഗിരിയിൽ ഉത്സവ ശംഖുലി. മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങി ശരണഗിരി. ശബരിമല നട തുറക്കുന്നത് നാളെ വൈകിട്ട് 5:30. 18ാം പടിയിൽ സ്ഥാപിക്കാനുള്ള പുതിയ വാതിൽ സന്നിധാനത്ത് എത്തി. നവീകരണ ജോലികൾ മകരവിളക്കിനു ശേഷം. തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് പമ്പയിലേക്ക് കൂടുതൽ ബസ്സുകൾ. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ദിവസവും 50 ബസ് കൂടി. പരിചയമില്ലാതെ രാഹുൽ. പഴിചാരലിൽ പാർട്ടി. കോൺഗ്രസിൽ രാഹുലിനെതിരെ നീക്കം ശക്തമാകുന്നു. ഇന്നലെ പാർട്ടി സ്ഥാപക ദിന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് വിവാദം. രാഹുൽ വിട്ടുനിന്നത് തിരഞ്ഞെടുപ്പുകളിലെ തുടർ പരാജയങ്ങളുടെ പേരിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഭയന്ന്. ജാർഖണ്ഡിൽ രാഹുൽ പ്രസംഗിച്ച 8 മണ്ഡലങ്ങളിൽ 7 പാർട്ടിക്ക് തോൽവി. ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റണമെന്ന ആവശ്യം ശക്തം. ചെറുക്കാൻ കരുത്തില്ലാതെ രാഹുൽ. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.